بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين وبعد. അടുത്തതായി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഷീൻ എന്ന ഹർഫിൻ്റെ മഖ്റജും സിഫാത്തുകളുമാകുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ച ജീം എന്ന ഹർഫിൻ്റെ മഖ്റജ് തന്നെയാണ് ഷീനിൻ്റെയും മഖ്റജ്. നാവിൻ്റെ മദ്യം മേലെ അണ്ണാക്കിൽ സ്പർശിച്ചുകൊണ്ടാണ് ഷീൻ ഉച്ചരിക്കേണ്ടത്. ഷ, ഷി, ഷു, അഷ്. ഷീനിൻ്റെ സിഫാത്തുകൾ ഹംസ്, റിഖ്വ്, ഇസ്തിഫാൽ, ഇൻഫിതാഹ്, തഫഷി. ഈ സിഫത്തുകളിൽ തഫഷി ഒഴികെയുള്ള മറ്റു സിഫത്തുകളൊക്കെ നാം നേരത്തെ പഠിച്ചു മനസ്സിലാക്കിയതാണ്. ഹംസ് കാറ്റ് പുറപ്പെടൽ, റിഖ്വ് ശബ്ദം നീളൽ, ഇസ്തിഫാൽ നാവിൻ്റെ മുരട് മേലെ അണ്ണാക്കിലേക്ക് ഉയരാതെ താഴ്ന്നിരിക്കൽ, ഇൻഫിതാഹ് നാവിൻ്റെ മദ്യം അണ്ണാക്കിൽ നിന്ന് അകന്നിരിക്കുക. തഫഷി എന്ന സിഫത്ത് നാം പുതിയതായി പരിചയപ്പെടുകയാണ്. തഫഷി എന്നാൽ ളാഇൻ്റെ മഖ്റജ് വരെ ശബ്ദവും കാറ്റും പരക്കുക എന്നതാണ് തഫഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ളാഇൻ്റെ മഖ്റജ് നാവിൻ്റെ തലയും മേലെ മുൻപല്ലിൻ്റെ തലയുമാകുന്നു. നാവിൻ്റെ തല മേലെ മുൻപല്ലിൻ്റെ തലയിൽ സ്പർശിച്ചുകൊണ്ടാണ് ളാ അഥവാ ത്വാഇൻ്റെ മുകളിൽ പുള്ളി ലഭിച്ചാൽ ഉണ്ടാകുന്ന ഹർഫായ ളാഇനെ കുറിച്ചാണ് ഇവിടെ പരിചയപ്പെടുന്നത്. ആ ളാഇൻ്റെ മഖ്റജ് വരെ ശബ്ദവും കാറ്റും പരക്കുക എന്ന സിഫത്ത് ഷീനിൻ്റെ പ്രത്യേകമായ ഒരു സിഫത്താകുന്നു. ഷ വശാഹിദിൻ വമശ്ഹൂദ് ഹൽ അതാക ഹദീസുൽ ഗാശിയ പോലെ നന്നായി ശ്രദ്ധിച്ച് ഓതി ശീലിക്കുക. ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, റിഖ്വ് എന്ന സിഫത്ത്, ശബ്ദം നീളുക എന്ന സിഫത്ത് സുക്കൂനുള്ള സമയങ്ങളിൽ സാധാരണയിൽ ഉണ്ടാകാറുണ്ടെങ്കിലും ഹറക്കത്തുള്ള സമയങ്ങളിൽ പൊതുവെ അത് കുറഞ്ഞു വരുന്നതായി കാണാം. അതുകൊണ്ട് എല്ലാ സമയങ്ങളിലും സുക്കൂനും ഫത്ഹ്, കസ്ർ, ലമ്മ് എന്നീ ഹറക്കത്തുകളുള്ള സമയങ്ങളിലും റിഖ്വ് നഷ്ടപ്പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. അടുത്തതായി കിതാബിലുള്ള ഉദാഹരണങ്ങളിലേക്ക് ശ്രദ്ധിച്ചു നോക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ഉദാഹരണങ്ങൾ ഒരു തവണ ഉസ്താദ് ഓതിയാൽ അത് കേട്ടു നിങ്ങൾക്ക് ഓതാനുള്ള സമയം നൽകുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് ഓതി ശീലിക്കുക. മിൻ ശർരി മാ ഖലഖ് لإيلاف قريش
إيلافهم رحلة الشتاء والصيف ألم نشرح لك صدرك وجوه يومئذ خاشعة والليل إذا يغشاها وتكون الجبال كالعهن المنفوش إذا السماء انشقت يوم يكون الناس كالفراش المبثوث إن بطش ربك لشديد സാധാരണ പറയാറുള്ളത് പോലെ ഈ ഉദാഹരണങ്ങളൊക്കെ പലതവണ ഓതി പ്രാക്ടീസ് ചെയ്ത് ഖുർആൻ നന്നായി ഓതാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അടുത്തതായി നമുക്ക് പരിചയപ്പെടാനുള്ള അക്ഷരം യാ എന്ന അക്ഷരത്തെക്കുറിച്ചാണ്. യാഉം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ ജീമിൻ്റെയും ഷീനിൻ്റെയും മഖ്റജിൽ നിന്നു തന്നെ പുറപ്പെടുന്ന അക്ഷരമാകുന്നു. ഈ മൂന്ന് അക്ഷരങ്ങളും ജീം, ഷീൻ, യാ, ഈ മൂന്ന് അക്ഷരങ്ങളും നാവിൻ്റെ മദ്യം അണ്ണാക്കിൽ സ്പർശിച്ചുകൊണ്ടാണ് ഉച്ചരിക്കുന്നത്. ഈ അക്ഷരങ്ങൾ വ്യത്യസ്തമാകുന്നത് സിഫത്തുകളെ കൊണ്ടാണ്. നേരത്തെ നാം അത് പറഞ്ഞിട്ടുണ്ട്. യാൻ്റെ സിഫത്തുകൾ ജഹ്ർ, റിഖ്വ്, ഇസ്തിഫാൽ, ഇൻഫിതാഹ്. കാറ്റ് വരാതെ ജഹ്ർ എന്ന സിഫത്ത് ശ്രദ്ധിച്ചുകൊണ്ടു യാ പറയണം. ലം യലിദ് വലം യൂലദ്. യാ അയ്യുഹൽ കാഫിറൂൻ എന്നിങ്ങനെ. യാന് റിഖ്വ് എന്ന സിഫത്തുണ്ട്, ശബ്ദം നീളുക എന്ന സിഫത്ത്. ഖുറൈശ്, ലിഈലാഫി ഖുറൈശ്, ശബ്ദം നീളുക. എന്നാൽ യാഇൻ്റെ ഷദ്ദിനെ വെളിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ കൂടുതൽ ശ്രദ്ധ നൽകി ഫാത്തിഹ, അത്തഹയ്യാത്ത്, സാധാരണ നാം ഓതാറുള്ള ആയത്തുൽ കുർസി തുടങ്ങിയുള്ള പല സ്ഥലത്തും യാഇന് ഷദ്ദുണ്ടാകുമ്പോൾ അത് ജീമോ ഷീനോ
ആയി കലരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. യ എന്നുള്ള യ എന്ന് പറഞ്ഞാൽ ജീമിലേക്ക് ശബ്ദം വരാതെ ഷീനിലേക്കും വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. യാ ആയി തന്നെ പറയണം. ഉദാഹരണം അത്തഹിയ്യാത്തു, അത്തഹിയ്യാത്തിൽ അത്തഹിയ്യ ഇഷ എന്നിങ്ങനെയുള്ള ഷീനിലേക്കോ ജീമിലേക്കോ കലർന്നു പോകാത്ത പ്രത്യേകം ശ്രദ്ധിക്കുക. സൂറത്തുൽ ഫാത്തിഹയിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അതുപോലെ സാധാരണ നാം ഓതാറുള്ള ആയത്തുൽ കുർസിയിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം തുടങ്ങി നിസ്കാരത്തിൻ്റെ സിഹത്തിനെ ഇതൊക്കെ ബാധിക്കും. അതുകൊണ്ട് നിസ്കാരത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണം. മറ്റു സ്ഥലങ്ങളിൽ അതിൻ്റെ സവാബ് നമുക്ക് ലഭിക്കണമെങ്കിൽ അക്ഷരങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പറയുക തന്നെ വേണം. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഉൾക്കൊണ്ട് യാ ആയി തന്നെ പറയാൻ ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം, യാഇന് ശേഷം ഇസ്തിഅലാഇൻ്റെ അക്ഷരം വരുമ്പോൾ യാഇൻ്റെ തർക്കീഖ് നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദാഹരണം ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. ളാദ് തഫ്ഖീമായി ഉച്ചരിക്കേണ്ട അക്ഷരമാകുന്നു, ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ്. അതിനുശേഷം യാ വരുമ്പോൾ ആ യാവും തഫ്ഖീമായി ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങൾ പറയുന്നത് പോലെ പറഞ്ഞു പോകരുത്. അത് തർക്കീഖായി തന്നെ പറയണം. റാദിയ റാദിയതിൻ റാദിയതൻ മർദിയ. ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ എന്നിങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉദാഹരണങ്ങളിലേക്ക് നോക്കാം. ولا يحض على طعام المسكين. يسقون من رحيق مختوم. يا أيها الإنسان ما غرك بربك الكريم. في أي صورة ما شاء ركبك. والعاديات ضبحا. والتين والزيتون. من أي شيء خلقه. وسيرت الجبال فكانت سرابا. لا إكراه
إكراه في الدين قد تبين الرشد من الغي إنا نحن نحيي الموتى ونكتب ما قدموا ഇതുപോലെ ഈ പാഠങ്ങളിലൊക്കെ ഉള്ള മറ്റു ഉദാഹരണങ്ങളും സാവധാനത്തിൽ വിരൽ വെച്ചുകൊണ്ട് ശ്രദ്ധിച്ച് പല തവണയായി ഓതുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി ഖുർആൻ ഓതുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.